ഹായ് ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ ദിവസമായി വീഡിയോ ഒന്നും ഇടാത്തത്. അതിന് കുറച്ച് കാരണങ്ങളുണ്ട്. എൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ചുമയും കഫ്കട്ടും എല്ലാം വന്നിട്ടുള്ളത്. പിന്നെ നമ്മൾ ഉംറക്ക് പോയിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് അങ്ങനെ ഉംറക്ക് പോയിട്ട് വന്ന് 6-ാം തീയതിയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പക്ഷേ അതിന് ശേഷം മുതൽ പനിയും കഫ്കട്ടും ചുമയും എല്ലാം ആയതുകൊണ്ടാണ് ഡിലേ ആയിപ്പോയത്. പിന്നെ മെയിനായിട്ട് കുക്കിംഗ് വീഡിയോ ഒന്നും അങ്ങനെ ചെയ്യലുമില്ല. നിങ്ങൾക്കറിയാലോ, പനി വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ളത്. കഞ്ഞിയും അങ്ങനെയുള്ള സിമ്പിളായിട്ടുള്ള ഫുഡും കാര്യങ്ങളെല്ലാം ഉണ്ടാക്കൽ. ഉംറക്ക് വന്ന് അതിന് മുന്നേ നമ്മൾ വീഡിയോയും കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല. പിന്നെ നിങ്ങൾക്കറിയാലോ, നമുക്ക് പോകണം എന്ന് ആഗ്രഹിച്ചൊരു സ്ഥലത്ത് പോകുമ്പോണ്ടാകുന്ന ഇതൊരിക്കലും പ്രതീക്ഷിക്കില്ല. പിന്നെ വിസ ഉണ്ടാകുമ്പം ഇവിടുന്ന് നമുക്ക് ബസ്സിന് പോകാൻ പറ്റും. ബസ്സിന് മാത്രമല്ല കേട്ടോ, ഫ്ലൈറ്റിലും പോകാൻ പറ്റും. നമ്മൾ ബസ്സിനാണ് പോയിട്ടുള്ളത്. 10 ദിവസമാണ്, ഒന്നര ദിവസമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ടുള്ളത്. 5 ദിവസം മക്കത്തും 3 ദിവസം മദീനത്തുമാണ് നിന്നിട്ടുള്ളത്. ഇതെല്ലാം നമ്മൾ പോയി വന്നിട്ടുള്ള വീഡിയോസാണ്. ജസ്റ്റ് ഞാൻ കൊണ്ടുപോകുന്നതെന്ന് പറയാൻ അങ്ങനെയൊന്നും കൊണ്ടുവന്നിട്ടില്ല. നമ്മൾ പർച്ചേസിംഗ് ഒന്നും ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ ഇല്ല. മെയിനായിട്ട് സംസം വെള്ളം, ഈത്തപ്പഴം, പിന്നെ നമ്മൾ കുറച്ച് സാധനങ്ങൾ അവിടെ കണ്ടപ്പോൾ ലാസ്റ്റ് സമയത്താണ് അത് മദീനത്ത് നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. മദീനത്ത് കുറേ ഗേറ്റ് നമ്പർ ഉണ്ടാകും. 339 ഗേറ്റ് നമ്പറിന് നമ്മളൊരു എസ്കുലേറ്ററിൽ കാര്യം വയ്ക്കുകയോ അങ്ങനെ എന്തോ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ നമ്മൾ 1 ദിറംസിൻ്റെ ഒരു ഷോപ്പ് ഉണ്ട്. മൊത്തം 1 ദിറംസ് അല്ല, 1 റിയാൽ, രണ്ടും സെയിം ആണ്. അപ്പോൾ നമ്മൾ അവിടെ കുറേ കീ ചെയിനും മാല, അതുപോലെ ചെറിയ ബാംഗിൾസ്, അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ടോ. മക്കളെയും കൊണ്ട് മക്കത്ത് നമ്മൾ കഅബ തവാഫ് ചെയ്യാൻ പോകുന്ന സമയത്തെല്ലാം ഇവർക്ക് മുട്ടായിയും കുറേ ചോക്ലേറ്റ് എല്ലാം കിട്ടിയിട്ടുണ്ട്. അത് അവർ കൂടുതൽ തുർക്കി അങ്ങനത്തെ രാജ്യക്കാരാണ് കൂടുതൽ മക്കളെ കാണുമ്പം അവർക്ക് കൊടുക്കുക. ചിലർ അവരെ കയ്യിൽ ബനാന ഉള്ളതാണെങ്കിൽ അത് അവരുടെ നാട്ടിലെ നട്ട്സ് അങ്ങനെയെല്ലാം കൊടുക്കും അവർക്ക് മക്കളെ കാണുന്ന സമയത്ത്. പിന്നെ അത് ഉസ്താദ് പറഞ്ഞു അങ്ങനെ കൊടുക്കുമ്പോൾ നമുക്കൊരു സ്വതക്കെയാണ്. എന്നിട്ട് പിന്നെ മദീനത്ത് നിന്ന് നമ്മൾ കുറച്ച് ചോക്ലേറ്റ് എല്ലാം കൊടുത്തു കേട്ടോ. മസ്ജിദ് നബവിയിൽ വെച്ചിട്ട് അവിടെ ഞാൻ കുറച്ച് മക്കൾക്ക് കാണിച്ചു കൊടുക്കാൻ മാത്രം ഞാൻ കുറച്ച് ഫോട്ടോസ്, ചെറിയ വീഡിയോസ് അങ്ങനത്തെ എടുത്തിട്ടുള്ളൂ. വീഡിയോനായിട്ട് എടുത്തിട്ടൊന്നുമില്ല. കാരണം ചെറിയ മോള് വന്നതുകൊണ്ട് അവൾക്ക് കാണിച്ചു കൊടുക്കാമല്ലോ, മക്കത്ത് വന്നിട്ടുണ്ട്, മദീനത്ത് വന്നിട്ടുണ്ട്. ചിലപ്പോൾ അവർക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ. കണ്ട ഈ ഒരു ബാംഗിൾസ് എല്ലാം ഞാൻ മക്കത്ത് നിന്ന് മേടിച്ചതാണ്. അതുപോലെ ഈ ഒരു മാല, പിന്നെ ചെറിയ അത്രയും മേടിച്ചിട്ടുള്ളൂ, ഒരു 4 അത്തർ. അത് അവിടെ നമ്മൾ നടന്നു പോകുമ്പോൾ എല്ലാം അവർ വിൽക്കുന്നുണ്ടാവും, അങ്ങനെ മേടിച്ചതാണ്. പിന്നെ മുസല്ല, അതുപോലെ വാട്ടർ ബോട്ടിലുണ്ട്. അത് ലാസ്റ്റ് മദീനത്ത് നിന്നാണ്. അത് 339 ഗേറ്റിൽ നിന്ന് ഞാൻ പറഞ്ഞ 1 ദിറംസിൻ്റെ ഷോപ്പ് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് പേരെഴുതിച്ചിട്ട് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഇതാ ഈ ഖുറാനാണ് അവിടെ നിന്ന് കിട്ടിയിട്ടുള്ളത്. നമ്മൾ 6 പേരുള്ളതുകൊണ്ട് നമുക്ക് 6 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതുപോലെ മുസല്ല ഞാൻ അങ്ങനെയൊന്നും മേടിച്ചിട്ടില്ല. ഒരു 2 വലിയ മുസല്ലയും പിന്നെ ചെറിയ മക്കൾക്ക് പേരെഴുതിയിട്ടുള്ള മുസല്ല അവിടെ നിന്ന് തന്നെ കണ്ടപ്പോൾ 2 പെൺകുട്ടികളെ പേരെഴുതിയിട്ട് മുസല്ല മേടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഉപയോഗിക്കുന്ന ഒരു മുസല്ല ഉണ്ട്, ഹാൻഡ് ബാഗ് ടൈപ്പ്. അത് ഞാൻ 5 ദിറംസാണ് കേട്ടോ. ആദ്യം 15 പറഞ്ഞിട്ട് നമ്മൾ 2 എണ്ണം മേടിച്ചു. പിന്നെ ലാസ്റ്റ് മക്കത്ത് നിങ്ങൾ വരുന്ന ടൈമിന് 5 ദിറംസ് അവിടെ താഴെ വിൽക്കുന്നത്. പിന്നെ നമ്മൾ അത് 2 എണ്ണം മേടിച്ചു. ഇതാണ് വാട്ടർ ബോട്ടിൽ. ഇതിൻ്റെ പുറം ഭാഗം ഒരു സിലിക്കോൺ ടൈപ്പായിട്ടാണ് തോന്നിയത്. ഇത് ആദ്യം മോളെ ഇംഗ്ലീഷിലാണ് എഴുതിയത്, പിന്നെ മറ്റുള്ള കുട്ടികൾ അറബിയിൽ വേണം എന്നിട്ട് അറബിയിൽ എഴുതിച്ചു. ഇതാണ് കേട്ടോ മുസല്ല. 2 മുസല്ല ചെറിയ കുട്ടികളത് പേരെഴുതിച്ചതാണിത്. പിന്നെ എല്ലാവർക്കും ഇതുവരെ പോവാത്തോലിക്കും ഇനി പോകാൻ പ്ലാനിട്ടോലിക്കും എല്ലാം എന്താവട്ടെ, പെട്ടെന്ന് തന്നെ പോകാൻ പറ്റട്ടെ. അതുപോലെ തന്നെ ഹജ്ജിന് പോകുന്ന ആൾക്കാർ ഇഷ്ടം പോലെ ഉണ്ടാകും. ഇപ്പോൾ ഹജ്ജിൻ്റെ സീസൺ ആണല്ലോ, അതുകൊണ്ട് തന്നെ എല്ലാവരും ഹജ്ജെല്ലാം ചെയ്ത് നല്ല രീതിയിൽ വരാൻ പറ്റട്ടെ. പിന്നെ മെയിനായിട്ട് നമുക്ക് അവിടെ എത്തുമ്പോൾ അത് പ്രത്യേക ഒരു ഫീലിംഗ് തന്നെയാണ്. വീഡിയോയിൽ പറയും പോലെ ഒന്നുമല്ല, നമുക്ക് അവിടെ എത്തുമ്പം വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. മദ്രസയിൽ നമ്മൾ പഠിച്ച ചരിത്രങ്ങൾ, നമ്മുടെ നബി ജനിച്ച വീടും സ്ഥലങ്ങളും അതുപോലെ തന്നെ നമ്മളെല്ലാം അവിടെ കാണുമ്പം അത് വേറെ തന്നെ ഇതാണ്. നമ്മൾ അവിടെ എത്തുമ്പം നമ്മളിവിടെ എത്തിയതാണോ സ്വപ്നമാണോ അങ്ങനെയെല്ലാം നമ്മൾ വിചാരിച്ചു പോകും. പിന്നെ നമ്മൾ പോയിട്ടുള്ളത് ബസ്സിലാണല്ലോ, അൽസഫ എന്നുള്ള ഗ്രൂപ്പിലാണ്. മുബീസ് പാരഡൈസ് എന്നുള്ള ഇൻസ്റ്റാഗ്രാം വീഡിയോ കണ്ടിട്ട് അതിൽ ബസ്സിൻ്റെ എല്ലാം വീഡിയോ കണ്ടിട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. നല്ല സൗകര്യമുള്ള ബസ്സും അത് മാത്രമല്ല അതിൽ ടോയ്ലറ്റ് സൗകര്യമെല്ലാം ഉണ്ട് കണ്ടപ്പം. കാരണം ഹസ്ബൻഡ് ഇതിൽ മുന്നേ പോയപ്പം 1.5 ദിവസം എടുത്തിട്ടുണ്ട്. അപ്പം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങൾക്കറിയാലോ, ഒരേ യാത്രയാണല്ലോ. പിന്നെ കുറേ കഴിഞ്ഞിട്ട് മാത്രമേ നമ്മൾ ഓരോ ഹോട്ടലിലെല്ലാം എത്തുള്ളൂ. പിന്നെ ഇടയ്ക്ക് നമ്മൾ ജമ്മു കസറിലാക്കിയിട്ടാണ് നിസ്കരിച്ചത്. പിന്നെ പള്ളി കിട്ടുമ്പം പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കുകയെല്ലാം ചെയ്യും. പക്ഷേ അത് നമ്മളെ കൂടെ 52 പേരുണ്ട്
ഉണ്ടേനും കുട്ടികളടക്കമാണ്. അപ്പം അവരെല്ലാം നല്ല സഹകരണമാണ് മക്കളെല്ലാം ആയിട്ട്. അതുകൊണ്ട് നമ്മൾ മക്കളുമായിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു പേടി ഉണ്ടേനും, ഇവരെല്ലാം കൊണ്ട് പോകാൻ പറ്റുമ്പോൾ നമുക്ക് ഉംറയെല്ലാം ചെയ്യാൻ പറ്റുമോ. പക്ഷെ നമ്മളെ കൂടെ വന്ന ആൾക്കാരെല്ലാം നല്ല സപ്പോർട്ടാണ്. കപ്പിൾസ് ആയിട്ടുള്ളവരുണ്ടേനും പ്രായമുള്ള ആൾക്കാരെല്ലാം ഉണ്ടേനും അവരെല്ലാം മക്കളെല്ലാം സ്വന്തം മക്കളെ പോലെയാണ്. അതുപോലെ തന്നെ നമ്മളെ കൂടെ വന്ന ഉസ്താദും നല്ല രീതിയിൽ നമുക്ക് പറഞ്ഞു തരും എടുക്കുകയെല്ലാം ചെയ്തിട്ടുണ്ട്. ബസ്സിൽ പോകുമ്പോൾ എല്ലാം നമുക്ക് അങ്ങത്തോളം ചെല്ലേണ്ട ദിക്കറും അതിനെക്കുറിച്ചിട്ട് എവിടെയാണ് പോകുന്നത് എല്ലാം നമുക്ക് നല്ല രീതിയിൽ അവർ പറഞ്ഞു തരുന്നുണ്ട്. പറഞ്ഞ് എടുത്തേക്കോ പോയി കേട്ടാ. രാവിലെ ഉപ്മാവാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് കറിയൊന്നും ഇല്ലാത്തതുകൊണ്ട് എഗ്ഗ് മസാലയെല്ലാം ഉണ്ടാക്കിയിട്ടാണ് ആക്കിയിട്ടുള്ളത്. പക്ഷെങ്കിൽ എരിവൊന്നും കൂടിപ്പോയേട്ടാ. അതുകൊണ്ട് ചെറിയ മക്കൾ കഴിച്ചിട്ടില്ല, ബാക്കി എല്ലാവരും കഴിച്ചിട്ടുണ്ട്. എരിവും ഇതൊന്നും അറിയാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കലാണ്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ചൈന മാളിലേക്കാണ്. പക്ഷേ ചൈന മാൾ എത്തുന്നതിന് മുന്നേ എല്ലാവർക്കും വിശന്നിട്ട് നമ്മൾ ചോറ് കഴിച്ചിട്ടുണ്ട്. വൈകുന്നേരം 3:30 മണിയായിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു ഹോട്ടലാണ് കയറിയിട്ടുള്ളത്. ഇവിടെ തൈരും അച്ചാറും അങ്ങനെ പോലെയുള്ള ഒരു ഫീലിംഗ് ആണ്. 25 ദിറംസിന് ഇത്രയും ചോറുണ്ട്, നമുക്ക് എല്ലാവർക്കും കഴിക്കാനുണ്ട്. ഇത് ബീഫ് ബിരിയാണിയാണ്. ചിക്കൻ ബിരിയാണിയും ഹാഫായിട്ട് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെങ്കിൽ ടേസ്റ്റ് ബീഫ് ബിരിയാണി തന്നെയാണ്. നമ്മളെ നാട്ടിലത്തെ അതേ ഒരു ഫീലിംഗ് തന്നെ കിട്ടുന്നുണ്ട്. അവർ ഇങ്ങനെ ഫോയിലാണ് തരുക. ഇങ്ങനെ തന്നെയാണ് കാറ്ററിംഗ് പോലെ കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ വേറൊരു ഷോപ്പും ഉണ്ടേനും നമ്മൾ ഇടയ്ക്ക് മുന്നേ ഫസ്റ്റ് വന്ന ടൈമിനെല്ലാം വാങ്ങലുണ്ടേനും. അജ്മാൻ ഏരിയയിലുള്ളവർക്കെല്ലാം അറിയാൻ പറ്റും കേട്ടോ. ഇവിടുന്ന് ഭക്ഷണം കഴിച്ചോലുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യട്ടെ. ഇതല്ലാണ്ട് വേറെയും ഷോപ്പുകൾ ഉണ്ട് എന്നാണ് തോന്നുന്നത്. ഇനി നമ്മൾ ചൈന മാളിൽ എത്തിയിട്ടുണ്ട്. സൈക്കിളിൻ്റെ കീ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു സൈക്കിള് കഴിഞ്ഞ ബർത്ത്ഡേക്ക് 2 മക്കൾക്കും എല്ലാവർക്കും കൂടി വാങ്ങിച്ചതാണ് കേട്ടോ. ഈ ഒരു സൈക്കിളാകുമ്പം ചെറിയോൽക്കും വലിയോൽക്കും എല്ലാം ഓടിക്കാൻ പറ്റും, നമുക്കെല്ലാം ഓടിക്കാൻ പറ്റും. കാരണം വെയിറ്റ് 69 കിലോ വരെ പോകുന്നതാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേങ്കിൽ ഇതിലും വലിയ ആൾക്കാരെല്ലാം ഓടിക്കുന്നതെല്ലാം ഇൻസ്റ്റാഗ്രാമിലെല്ലാം കണ്ടിട്ടുണ്ട്. പിന്നെ 2 കീ ഉണ്ടേനും, അപ്പോൾ രണ്ടും കാണുന്നില്ല. ഇവരിത് ആദ്യം ഒളിപ്പിച്ച് വെക്കും ഓടിക്കുന്നതിന്. അപ്പോൾ ഇവിടെ എത്തിയിട്ട് കീ അവർ 50 ദിറംസ് എത്രയാണെന്ന് ഓർമ്മയില്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ കീ ഇതടക്കം അതിൻ്റെ ആ ഒരു പെടൽ മൊത്തം അടക്കം മാറ്റണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു ഷോപ്പിൽ നിന്നാണ് സൈക്കിൾ മേടിച്ചിട്ടുള്ളത്. മേടിക്കുന്ന ടൈമിന് 350 ദിറംസേനും, പക്ഷെ ഇപ്പം 100 ദിറംസ് കൂടി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് നമ്മൾ മെയിൻ എൻട്രൻസിലൂടെ അല്ലാണ്ട് വേറൊരു ഭാഗത്തൂടെയാണ് ഫസ്റ്റ് തന്നെ കയറിയിട്ടുള്ളത്. അപ്പോൾ അധികമൊന്നും നടക്കേണ്ട വരുന്നില്ല. മെയിൻ എൻട്രൻസിലൂടെ ആണെങ്കിൽ കുറച്ച് ഒരു റൈറ്റ് സൈഡിലോട്ടേക്ക് പോയി കഴിഞ്ഞാലാണ് കിട്ടുക. ഇവിടുന്ന് മുന്നേ ഞാൻ മൊബൈൽ കവറും കാര്യങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട്. ഇവിടെ നല്ല മോഡൽ ഉണ്ടാവും. പിന്നെ നാട്ടിലേക്ക് വേണ്ടുന്ന ലൈറ്റും കാര്യങ്ങളെല്ലാം മുന്നേ ഹൗസ് വാമിങ്ങിനെല്ലാം ഇവിടുന്നും ഡ്രാഗൺ മാർട്ടിൽ നിന്നെല്ലാം മേടിച്ചിട്ടുള്ളത്. അത് നല്ല മെയിനായിട്ട് ചൈന മാൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ മോഡൽ ഇഷ്ടംപോലെ ഉണ്ടാവും. ഈ ഒരു സൈക്കിൾ ഉണ്ടല്ലോ, ആദ്യം ഓടിക്കുമ്പോൾ ഇവർക്കത് വാങ്ങുന്നില്ലേനു, പക്ഷേ പിന്നെ അത് പ്രാക്ടീസ് ആയതാണ്. കാരണം ഇതിൽ ആക്സിലേറ്റർ ഒന്ന് കൂടി പോയി കഴിഞ്ഞാൽ ഒരു തെറിച്ച് പോക്കാണത്. പിന്നെ അത് റെഡി ആയി കഴിഞ്ഞാൽ ഓക്കെയാണ്. ഇപ്പോൾ ഓടിക്കുന്നതിന് കാരണം കീ അവർ തന്നിട്ടുണ്ടേനും. അതുകൊണ്ട് കുറച്ച് മുന്നേ നമ്മൾ ചാർജ് കുത്തി വെച്ചുകൊണ്ട് എന്തായി ഓടിക്കാൻ പറ്റിയിട്ടുണ്ട്. ഇനി അവർ അതിൻ്റെ സ്ക്രൂവും കാര്യങ്ങളെല്ലാം കഴിക്കുന്നുണ്ട്. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകുന്നുണ്ട്. അപ്പം ആ ഒരു ടൈമിന് ഇനിയിപ്പം അധികമൊന്നുമില്ല, മക്കളെല്ലാം സ്കൂളാണ് നാട്ടിലാണ് പഠിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് പാക്ക് ചെയ്യുകയും ചെയ്യണം. അതിനും കൂടിയാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. പക്ഷേ ഇവിടെ വരുന്നതിന് മുന്നേ കീ മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ. പക്ഷേ ഇവരോട് ചോദിച്ചപ്പം ഇതിൻ്റെ തന്നെ കാർഡ്ബോർഡ് അവർ തരാമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഉള്ളിലത്തെ സ്ക്രൂ കഴിച്ചപ്പം അവരെ ക്ലിപ്പും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. നഷ്ടപ്പെട്ടു പോയ ഒരു കീയും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം 2 കീ ആയാലോ. ഞാൻ വിചാരിച്ചു 1 കീ ആകുമ്പോൾ ഇപ്പം നാട്ടിൽ നിന്ന് വീണ്ടും പോയി കഴിഞ്ഞാൽ ഇപ്പം എന്താ ചെയ്യാന്ന്. അപ്പം നമ്മുടെ പഴയ കീയും കൂടി കിട്ടിയിട്ടുണ്ട്. പെടലൊന്നും മാറ്റേണ്ട വന്നിട്ടില്ല, അവർ ഡ്യൂപ്ലിക്കേറ്റ് കീ തന്നിട്ടുണ്ട്. ഈ ഒരു ടെഡ്ഡി ബിയറിന് വെറുതെ ചോദിച്ചത് 40 റംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ആ മിക്കി മൗസിൻ്റെ. അപ്പം നമ്മളെ പാക്കിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ വേറെ ഷോപ്പിങ്ങും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. വന്ന് എന്തിനാണോ അപ്പോൾ അതും കഴിഞ്ഞ് നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ തൊട്ടിപ്പുറം കുറേ ചോക്ലേറ്റ് കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. ലബൂബുവിൻ്റെ ഞാൻ നിങ്ങൾക്ക് നേരത്തെ തന്നെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ലബൂബുവിൻ്റെ ഒരു ലേസെല്ലാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ ദുബായ് ചോക്ലേറ്റ്, അതുപോലെ സിപ്പ്, ഇതും നാട്ടിൽ കിട്ടുന്ന ഒരു ഇതാണ്. പിന്നെ ലബൂബുവിൻ്റെ കണ്ട ഈ ഒരു സ്നാക്ക്, ഇതെല്ലാം ഏതാണ് വെറൈറ്റി ഇവർ ഇറക്കുന്നത്. നമ്മളിങ്ങനെ നോക്കിയിട്ട് പോകുന്ന ടൈമിന് അവിടെ ഉള്ള ആൾ നമുക്ക് സാമ്പിൾ കഴിക്കാൻ തന്നിട്ടാ. ഈ ഒരു ചോക്ലേറ്റ് അല്ല, ആ ഗ്രീൻ കളറ് പിസ്താഷ്യോൻ്റെ ഒന്നൊന്നല്ല തന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കായിട്ട് തന്നപ്പം ഭയങ്കര ടേസ്റ്റ്. അങ്ങനെ പിന്നെ ഒരു പാക്കറ്റ് മേടിച്ചു. 25 ദിറംസ് ആ ഒരു പാക്കറ്റിന്. പിന്നെ ഓല് പറയുന്നുണ്ട് 100 ദിറംസിന് 4 അങ്ങനെയെല്ലാം തരാമെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. 4 5 ഫുള്ള് നട്ട്സാണ്. പിസ്തയും അണ്ടിപ്പരിപ്പും ബദാമും എല്ലാം ഇട്ടിട്ടുള്ള ഒരു ചോക്ലേറ്റാണ്. നല്ല ടേസ്റ്റാണ്. പക്ഷേ കൂടുതൽ കഴിക്കുമ്പോൾ മടുപ്പ്
ട്രിപ്പ് വരും. അങ്ങനെ ചൈന മോളിനോട് ബായ് പറഞ്ഞിട്ട് നമ്മളിങ്ങ് പോന്നു. ഇവിടുന്നാണ് ഹൗസ് വാമിങ്ങിനുള്ള വാൾപേപ്പറും കാര്യങ്ങളെല്ലാം ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. അതും ഇവിടുന്ന് ലാഭം തന്നെയാണ് കേട്ടോ. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൂടെ ആദ്യം ഉണ്ടായിട്ടുള്ള ഫാമിലി ഉണ്ടായിരുന്നു. ഫസ്റ്റ് നമ്മളുണ്ടായ വില്ലയിലുള്ള ഷാർജയിൽ. അപ്പോൾ 2 കൊല്ലം നമ്മളെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അമ്മൻ്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിനെ കാണാൻ പോവാണ്. രണ്ടും ചെറുപ്പത്തിൽ കൊരുത്തം കെട്ടതിന് അമ്മാതിരി കളിയനും കളിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഒരുമിച്ചിട്ടാണ് ഫുഡ് കഴിക്കൽ എല്ലാം. അവർ ചെറിയൊരു പ്രായത്തിലാണ് 2.5 വയസ്സ് വരെ ഉണ്ടേനും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ 2 പേരും നാട്ടിലേക്ക് വന്നു. പിന്നെ അതിന് ശേഷം നമ്മൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യമായിട്ട് പിന്നെ കണ്ടിട്ടുള്ളൂ. ഇവർ സ്റ്റാറ്റസ് കാണും, ഫോട്ടോ കാണും, അങ്ങനെ അല്ലാണ്ട് നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ 11 വർഷങ്ങൾക്ക് ശേഷമാണ് കാണുന്നത്. അതിനുള്ള മാറ്റങ്ങളെല്ലാം അവർ തമ്മിലുണ്ട്. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് കുറച്ച് നേരം വർത്താനെല്ലാം പറഞ്ഞിട്ട് പിന്നെ നമ്മൾ റംല ഏരിയ, ഷാർജയിലെ റംലയിൽ പാർക്കിലാണ് വന്നിട്ടുള്ളത്. ഫൈഹ പാർക്കിനും ആദ്യം നോക്കിയിട്ടുള്ളത്, അവിടെ പൂട്ടിയിട്ടുണ്ട്, ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ റംല പാർക്കിലേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു ഏരിയയിലാണ് മുന്നേ നമ്മൾ 9 വർഷം താമസിച്ചിട്ടുള്ളത്. നമ്മളെ വില്ലയിലായിരുന്നു. അങ്ങനെ നമ്മൾ ഇവിടെ കുറച്ച് നേരം കളിച്ചു. ചെറിയ ചെറിയ പ്ലേ ഏരിയ ആണ് ഇവിടെ ഉള്ളത്. തൊട്ടപ്പുറത്ത് ഒരു ജിമ്മിൻ്റെ ഒരു ഭാഗമുണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലാണ് നമ്മൾ പണ്ട് താമസിച്ചിട്ടുള്ളത്. ഷാർജയിൽ ഈ റംല ഏരിയ ആണിത്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. മലയാളീസിന് ഫേവറേറ്റ് ആയി പൊറാട്ട വിട്ടൊരു കളിയില്ല. പൊറാട്ടയുണ്ട്, ബീഫ് റോസ്റ്റാന്ന് തോന്നുന്നു, പുട്ടുണ്ട്, ഇറച്ചിക്കറി, ചിക്കൻ കറി ഉണ്ട്. അങ്ങനെ നമ്മൾ ഫുഡും കഴിച്ച് ചായ, കട്ടൻ ചായ, നമ്മൾ കട്ടൻ ചായയാണ്, ഹസ്ബൻഡ് പാൽ ചായയാണ് കുടിച്ചിട്ടുള്ളത്. അപ്പം അതെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിലേക്ക് പോയി. കാരണം എന്തായാലും ലേറ്റായി, 9 മണി ആയിട്ടുണ്ട്. ഇനിയിപ്പം റൂമിൽ പോയി ഉണ്ടാക്കാന്ന് വെച്ചാൽ നടക്കുകയില്ല. പിന്നെ ഈ ഒരു നമ്മളെ നാട്ടിലത്തെ തേനുണ്ട, അതുപോലെ തന്നെ നൊസ്റ്റാൾജിക് ചെറുപ്പത്തെല്ലാം കഴിക്കുന്നില്ലേ, എല്ലാം ഈ ഒരു ഏരിയയിൽ തമാറിൻ്റെ നമ്മൾ എവിടെ പോയി കഴിഞ്ഞാലും കാണലുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പകുതി എത്തിയാലാണ് ഓർമ്മ വന്നിട്ടുള്ളത് മീൻ മേടിക്കാൻ. കുറേ ആയി മീൻ വാങ്ങാത്തത്. പിന്നെ ഉംറ കഴിഞ്ഞ് വന്നതിന് ശേഷം മെയിനായിട്ട് അങ്ങനെ മീനൊന്നും വാങ്ങിച്ചിട്ടില്ല. ജിമാ ഫിഷ് മാർക്കറ്റിൽ കയറിയിട്ട് മീൻ മേടിക്കാമെന്ന് വെച്ചു. കാരണം സൂപ്പർ മാർക്കറ്റിലേക്കാളും ഫ്രഷ് ഇവിടെ കിട്ടുമെന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നത്. പിന്നെ മത്തിയുണ്ട്, കൊഞ്ചന്, നമ്മൾ കൊഞ്ചൻ എന്നാ പറയുക, ചെമ്മീൻ, അയില കാണുന്നുണ്ട്, അയക്കൂറെല്ലാം കാണുന്നുണ്ട്. നമുക്ക് സിമ്പിള് ചെറിയ ചെറിയ മീനാണ് വേണ്ടത്. ഞാനും മക്കൾ മാത്രമേ മീൻ കഴിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അയില 2 മേടിച്ചു. 1/2 കിലോ, അങ്ങനെ ഇവിടെ 1 കിലോന് 1/2 കിലോനെല്ലാം ആയിട്ട് ഇവിടുന്ന് തരും. ചെമ്മീൻ കാണുമ്പോൾ എനിക്ക് ഫ്രഷ് പോലെ തോന്നിയിട്ടില്ല. തലയൊന്നും ഫ്രഷ് അല്ല. അവർ പറഞ്ഞത് കടൽ തന്നെയല്ലേ മീൻ കിട്ടുക. അങ്ങനെ ചെമ്മീനും മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു എക്കശക്കയിലാണ് ഞാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുഞ്ഞും മത്തിയും മേടിച്ചിട്ടുണ്ട്. അത് 5 ദിറംസാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ അതും മേടിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നീല കളറുള്ള മീൻ കണ്ടിട്ടുണ്ട്. അത് ഇവിടുത്തെ അറബികൾ ചുടുവെല്ലാം ചെയ്യുന്ന മീനാണെന്നാണ് കണ്ടത്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ കുഞ്ഞി മീനെല്ലാം അക്വേറിയത്തിലുണ്ട്, കളർ മീനെല്ലാം. അത് കണ്ടപ്പം മോക്കത് കാണുന്നതുകൊണ്ട് കുറച്ച് നേരം അവിടെ നിൽക്കുകയെല്ലാം ചെയ്തു. ഇവിടെ മീൻ കട്ട് ചെയ്തിട്ടെല്ലാം തരും കേട്ടോ. ഞാൻ കട്ട് ചെയ്യാണ്ടാണ് വാങ്ങിയിട്ടുള്ളത്. വെറുതെ തോന്നിയൊരു ബുദ്ധിയാണ് കട്ട് ചെയ്യാണ്ട് വാങ്ങാന്നുള്ളത്. കട്ട് ചെയ്തിട്ട് തന്നെ വാങ്ങിയാൽ മതിയേനും, ലേറ്റ് ആവല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. ആകെ ടയേർഡായിട്ടുണ്ടേനും. കാരണം റൂമിലെത്തിയിട്ട് പിന്നെ ഞാൻ ആ ഒരു ടൈമിൽ തന്നെ എടുത്ത് ഫ്രിഡ്ജിലേട്ടൊക്കെ എടുത്ത് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അന്നേരം തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെക്കുന്നതാണെങ്കിൽ അത്രയും നല്ല. ലേറ്റ് ആയതുകൊണ്ട് പിന്നെ ആ ഒരു പരിപാടിക്ക് ഞാൻ എന്തായി നിന്നിട്ടില്ല. കട്ട് ചെയ്യുന്ന കുറേ പൈസ ഒന്നും കൊടുക്കണ്ട. ചെറിയ മീനെല്ലാം ആണെങ്കിൽ 2 റംസ് എല്ലാം കൊടുത്താൽ മതി. അതുപോലെ തന്നെ അയില 10 റംസിനാണ് മേടിച്ചിട്ടുള്ളത്, മത്തി 5 റംസിന്, ചെമ്മീന് 10 റംസ്, ടോട്ടൽ 25 റംസാണ് എനിക്ക് ആയിട്ടുള്ളത്. നേരത്തെ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ നാട്ടിൽ പോകുന്നുള്ളത്, അതിൻ്റെ ബാക്കി ഞാൻ പറയാൻ വിട്ടുപോയി. ടിക്കറ്റിനെല്ലാം നല്ല റേറ്റ് ആണ്. ഈ ഒരു സാഹചര്യം ആയതുകൊണ്ട് ടിക്കറ്റ് റേറ്റ് കൂടുതലല്ലാണ്ട് കുറയുന്നില്ല. പിന്നെ അത് മാത്രമല്ല ക്യാൻസൽ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ ടിക്കറ്റിനൊന്ന് കുറയല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നിൽക്കുമ്പോൾ കൂടുക ചെയ്യുന്നത്. ഇങ്ങനെ ടിക്കറ്റ് റേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 5 പേരുണ്ട്. അപ്പം പിന്നെ 40,000 50,000 ഒരാൾക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എടുത്തിട്ടില്ല, പോകണമെന്നുണ്ട്. കാരണം മക്കളെ സ്കൂളിലേക്ക് ചേർത്തണം. മോനെ ഹൈസ്കൂളിലേക്ക് ചേർത്തിട്ടുണ്ട്, നമ്മളെ നാട്ടിൽ തന്നെയാണ്. അപ്പോൾ അവൻ 8ാം ക്ലാസ്സിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ TC സ്കൂളിൽ നിന്ന് കിട്ടിയിട്ടില്ല, അവർ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇപ്പോൾ ഇനി മെയിലായിട്ടാണ് കിട്ടുള്ളൂ. മദ്രസയിൽ അത് കിട്ടിയിട്ടുണ്ട്. അവർ നേരിട്ട് ഓൺലൈനായിട്ട് അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട് ഇൻഷാ അല്ലാ. അപ്പം കുറച്ച് വീഡിയോസ് ഇനി ഇവിടെ നിന്നുള്ളത് ഉണ്ടാവും. കുക്കിംഗ് വീഡിയോ ഇങ്ങനെ ചെയ്യണമെന്നെല്ലാം ഉണ്ട്, പക്ഷേ പറ്റുന്നില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് കൂടുതൽ പേരും ഷോർട്സ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് വന്നവരാണ്. അതുപോലെ തന്നെ വീഡിയോസും ഇഷ്ടപ്പെട്ട് വന്നവരുണ്ട്. നിങ്ങൾക്ക് ഷോർട്സ് ആണോ അല്ലെങ്കിൽ വീഡിയോസ് ആണോ ഇഷ്ടം എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇന്നത്തെ എൻ്റെ ഒരു
നല്ലൊരു ഡേ ഇതൊക്കെയാണ്. പിന്നെ ഉംറക്ക് പോയത് നിങ്ങളെ അറിയിക്കാമെന്ന് വെച്ചു. അതുകൊണ്ട് കുറച്ച് വീഡിയോസ് അങ്ങനെയും ഇട്ടതാണ്. പിന്നെ നാട്ടിൽ പോകുന്ന കാര്യം, അങ്ങനെ കുറച്ച് കാര്യങ്ങളിൽ നിങ്ങളോട് പറയണമെന്നുണ്ടേനും. മെയിനായിട്ട് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ വീഡിയോയിലൊന്നും ഇപ്പോൾ കറക്റ്റ് ഞാൻ നോമ്പ് സീരീസ് എല്ലാം ഇട്ടുകൊണ്ടിരുന്നതാണ്. പിന്നെ പെട്ടെന്നാണ് ഞാൻ അതെല്ലാം ഒന്ന് ഡ്രോപ്പായി വന്നത്. പെരുന്നാളിൻ്റെ പിറ്റേന്നാണ് നമ്മൾ പോയിട്ടുള്ളത്. 25-ാം തീയതി പോയിട്ട് 6-ാം തീയതിയാണ് വന്നിട്ടുള്ളത്. പിന്നെ അൽഹംദുലില്ലാ എല്ലാം റാഹത്തായിട്ട് കഴിഞ്ഞ് എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാനും പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല നിങ്ങൾക്കും എല്ലാവർക്കും പോകാൻ പറ്റട്ടെ ഇൻഷാ അല്ലാ. ഷമി സോൺ എന്ന യൂട്യൂബ് ചാനലില്ലേ, അതിൽ ഞാൻ ഒരു 3.5 മാസം മുന്നേ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവർ ഉംറക്ക് പോയ വീഡിയോയിൽ ഇട്ടപ്പോൾ ഞാൻ മാഷാ അല്ലാ നമുക്കും പോകണം എന്നുള്ള ആഗ്രഹമുണ്ട്, അല്ലാ തൗഫീക്ക് നൽകട്ടെ എന്നുള്ള മറ്റേ കമൻറ്റ് ഇട്ടേക്ക്. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കില്ല അത് കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റുമെന്ന്. കാരണം നമുക്കൊരു ടൈം എത്തിയാൽ മാത്രമേ നമുക്ക് അവിടെ എത്തിപ്പെടാൻ പറ്റുള്ളൂ. പൈസ ഉണ്ടാവും നല്ലോണം, പക്ഷേ ഇതുവരെ ഉംറ ചെയ്യാത്തവരുണ്ടാവും. പിന്നെ മാത്രമല്ല മുന്നേ പോകണം പ്ലാൻ ഇട്ടിട്ട് പാസ്പോർട്ടെല്ലാം എടുത്തു വെച്ചവരുണ്ടാവും. പിന്നെ അവർ പോയിട്ടുണ്ടാവില്ല. കുറേ പ്രായമായിട്ടും നമ്മളെ കൂടെ ഉള്ളവരുണ്ടായിരുന്നു. അവർ ആദ്യമായിട്ടാണ് വന്നിട്ടുള്ളത്. ആദ്യമൊന്നും അവർ പോയിട്ടില്ല. അങ്ങനെയെല്ലാം ഉണ്ടാവും. അതെല്ലാം എത്തണമെങ്കിൽ ഒരു സമയം തന്നെ ഉണ്ട്. അതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ഹജ്ജും മുന്നേ കുറേ കാലം ആഗ്രഹിച്ചിട്ട് പോകാൻ പറ്റാത്ത ആൾക്കാരെല്ലാം ഉണ്ടാവും. അവിടെ ഇൻഷാ അല്ലാ എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റും. അല്ലാ തൗഫീക്ക് നൽകട്ടെ. പിന്നെ ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. കുറച്ച് കാര്യങ്ങൾ പറയേണ്ടതിനും അത് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാ ഇനിയും ഇതുപോലത്തെ വീഡിയോ അതുപോലത്തെ ഷോർട്സ് എല്ലാം ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. നാട്ടിലേക്ക് പോകുന്നവരെ UAE വീഡിയോസ് എല്ലാം വരും ഇൻഷാ അല്ലാ. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ഓക്കെ, അസ്സലാമു അലൈക്കും.